കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ സ്നേഹവന്ദനം. കർത്താവിൽ പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം വളരെ പ്രധാനപ്പെട്ടൊരു വിഷയം ചിന്തിപ്പാനായിട്ട് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, എന്നാൽ പലപ്പോഴും നമ്മൾ വിട്ടുകളയുകയും അത് നമുക്ക് തന്നെ പലപ്പോഴും ഒരു കുടുക്കായിട്ട് അല്ലെങ്കിൽ ഒരു കെണിയായിട്ട് തരുന്നൊരു വിഷയമാണ്. അതുകൊണ്ട് വളരെ ലാഘവത്തോടെ കാണേണ്ട വിശ്വാസ ജീവിതത്തിൽ കടന്നു വന്നവരും ഏവർക്കും ഈ ഒരു വചനം നമുക്കൊരു അനുഗ്രഹമായിട്ട് മാറ്റാം. ചിന്തയ്ക്ക് ആധാരമായിട്ട് ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 37-38 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. അവിടെ ഇങ്ങനെ പറയുന്നു: വിധിക്കരുത്, എന്നാൽ നിങ്ങളെയും വിധിക്കുകയില്ല. ശിക്ഷയ്ക്ക് വിധിക്കരുത്, എന്നാൽ നിങ്ങൾക്കും ശിക്ഷാവിധി ഉണ്ടാകില്ല. വിടുവിൻ, എന്നാൽ നിങ്ങളെയും വിടുവിക്കും. കൊടുപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. അമർത്തി കുലുക്കി കവിയുന്നൊരു നല്ല അളവ് നിങ്ങളുടെ മടിയിൽ തരും. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്ക് അളന്ന് കിട്ടും. ഇതിനകത്ത് നമ്മൾ ഈ 2-ാമത്തെ ഭാഗം വായിച്ചത്, അതിനകത്ത് കൊടുപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അമർത്തി കുലുക്കി കവിയുന്ന നല്ല അളവ്. ഇത് എപ്പോഴും നമ്മൾ ദാസന്മാരായാലും ഒക്കെയും ശുശ്രൂഷിക്കുമ്പോഴൊക്കെ നമ്മൾ പറയാം. എന്നാൽ ഇതിൻ്റെ ആദ്യ ഭാഗം വിധിക്കരുത്, എന്നാൽ നിങ്ങളെയും വിധിക്കുകയില്ല. ശിക്ഷയ്ക്ക് വിധിക്കരുത്, എന്നാൽ നിങ്ങൾക്കും ശിക്ഷാവിധി ഉണ്ടാകില്ല. വിടുവിൻ, എന്നാൽ നിങ്ങളെയും വിടുവിൻ എന്നുള്ള വാക്യം യേശു കർത്താവ് തൻ്റെ വാമൊഴിയായിട്ട് തൻ്റെ ശിഷ്യന്മാർക്കോട്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളും എൻ്റെയും ജീവിതത്തിൽ പലപ്പോഴും നാം അറിഞ്ഞും അറിയാതെയും ചെയ്യുന്ന പോകുന്ന വിഷയങ്ങളാണ്. അതിന്ന് പകൽക്കൽ ഈ വചനം നമ്മൾ ഏറ്റെടുത്ത് പ്രാരംഭമായിട്ട് ഇത് സംസാരിച്ച് ചില വചനങ്ങളിലൂടെ കടന്നുപോയി നമുക്കൊന്ന് മാനസാന്തരപ്പെടാം. നമുക്ക് ഈ വിഷയത്തിൽ നിന്ന് നമുക്കൊന്ന് പുറത്തു വരണം. രണ്ടാമത്തെ കാര്യം, നമ്മളാരും വിധിക്കപ്പെടരുത്, നമ്മളാരും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടരുത്, നമ്മളാരും പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നവരാണ്. നമ്മൾ വിട്ട് കളഞ്ഞാൽ നമ്മൾ വിടുവിക്കപ്പെടത്തുള്ളൂ. നമ്മൾ ഒരു വിടുതൽ കിട്ടണം. വിടുതലിൻ്റെ ശുശ്രൂഷ ഇന്ന് പകൽക്കാലം നടക്കും. അതിൻ്റെ ആരംഭമായിട്ടെന്ന് വിധിക്കരുത്, എന്നാൽ നിങ്ങളെയും വിധിക്കുകയില്ല. പ്രിയമുള്ളവരെ, നമുക്ക് ആരെയും വിധിക്കുവാനായിട്ട് ദൈവം നമുക്ക് അധികാരം തന്നിട്ടില്ല. ആരെയും വിധിക്കാനൊക്കെ വ്യവസ്ഥ. അതുകൊണ്ട് ആരെയും വിധിക്കരുത്. അതുപോലെ അതിൻ്റെ ഒരു പടി കൂടെ കിടക്കുമ്പോൾ നമ്മൾ ശിക്ഷയ്ക്ക് വിധിക്കും. കാരണം അവനത് സംഭവിക്കട്ടെ, അല്ലെങ്കിൽ അവർക്ക് ഇന്നത് സംഭവിക്കട്ടെ, ഒരു ശിക്ഷാവിധി നമ്മളങ്ങ് കൊടുക്കും. അപ്പോൾ അവിടെ പറയുന്നു, അങ്ങനെ നാം ചെയ്യുമ്പോൾ എന്തു ചെയ്യും? നമുക്ക് ശിക്ഷാവിധി ഉണ്ടാകും. കാരണം ദൈവത്തിൻ്റെ വചനം കാണാൻ ലൂക്കോസ് സുവിശേഷം അതിൻ്റെ ആരംഭങ്ങളിലൊക്കെ വായിക്കുന്ന പറഞ്ഞാൽ, നിങ്ങൾ ശത്രുക്കളെ വരെ സ്നേഹിപ്പാനും അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിപ്പാനും യേശു കർത്താവ് എൻ്റെയും നിങ്ങളുടെയും അകത്തു വന്നു കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥയ്ക്ക് വ്യത്യാസം. ഒരുവൻ ക്രിസ്തുവിലായൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കഴിഞ്ഞാൽ. ആ പുതിയ സൃഷ്ടിയുടെ അനുഭവത്തിൽ വരുന്ന ഒരു വ്യക്തി ജീവിതത്തിൽ സംഭവിക്കേണ്ട ഒരു കാര്യമാണ്: ഒന്നാമത് വിധിക്കാതിരിക്കണം, 2 ശിക്ഷയ്ക്ക് വിധിക്കുകയോ ചെയ്യരുത്, 3 വിട്ടുകളയണം. പലപ്പോഴും പലതിനെ നമ്മൾ ക്ഷമ കൊടുക്കാതെ പിടിച്ചു വച്ചേക്കും. ഒന്ന് ക്ഷമ കൊടുത്ത് വിട്ടാട്ടെ, അവരോടൊന്ന് ഇളച്ചു കൊടുത്തിട്ട്. കാരണം നമ്മുടെ എത്രയോ പാപങ്ങളെ കർത്താവ് ഇളച്ചു തന്നില്ലേ പ്രിയമുള്ളവരെ? നമ്മുടെ എത്ര പാപങ്ങൾ. കാരണം ഒരു കണ്ണിന് പോലും ദയയില്ലാതിരുന്ന സമയത്ത് യേശു കർത്താവ് നമ്മുടെ അടുത്ത് നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചു. നമ്മുടെ പാപം എത്ര രക്താംബരം പോലെ ചുമപ്പാണ്, ഞാനത് ഹിമം പോലെ വെളുപ്പിക്കാമെന്ന് പറഞ്ഞ് പാപങ്ങളെ സമുദ്രത്തിൻ്റെ ആഴങ്ങളിൽ എറിഞ്ഞുകളെ ഞാനത് ഓർക്കത്തുപോലെ. നമുക്ക് വേണ്ടി ഇത്രയും വിടുതൽ തന്നിട്ടാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ വിധിക്കരുത്, നിങ്ങൾ ശിക്ഷയ്ക്ക് വിധിക്കരുത്, നിങ്ങൾ വിട്ടുകളയണം. വിടുവിൻ, എന്നാൽ നിങ്ങളെ വിടുവിക്കും. നമുക്ക് വിടുതൽ കിട്ടണം. ഇന്ന് വിടുതൽ കിട്ടണമെന്ന് ആഗ്രഹമുള്ള എത്ര പേരുണ്ട്? നിങ്ങളോട് ഞാൻ സ്നേഹത്തിൽ പറയുന്നു, നിങ്ങൾക്ക് ഒരു വിടുതൽ ആവശ്യം. നിങ്ങൾ മറ്റുള്ളവരുടെ ആരോടെങ്കിലും ക്ഷമ കൊടുക്കാൻ ഈ ശുശ്രൂഷ കേട്ടുകൊണ്ടിരിക്കും. നിങ്ങൾ ക്ഷമ കൊടുത്താൽ ഹൃദയത്തിൻ്റെ ആഴം എത്ര വർഷം പഴക്കമുള്ള. ചിലരൊക്കെ പറയത്തില്ല, ഞാൻ ചത്താലും ക്ഷമിക്കുന്നു. ചത്തിട്ട് എന്തിനാണ് ക്ഷമിക്കുന്നത്? ചത്താലും ക്ഷമിക്കത്തില്ല എന്നൊക്കെ പറയുന്നു. കാരണം നമ്മുടെ പിടിച്ചു വെച്ച അനേക വിഷയങ്ങളുണ്ട്. മറ്റുള്ളവരുടെ ക്ഷമ കൊടുത്താൽ എല്ലാം ഹൃദയത്തിൽ. അതുകൊണ്ട് തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ദൈവരാജ്യത്തിൽ കടപ്പാൻ കഴിയത്തില്ല. തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുന്നൊരു അനുഭവത്തിലേക്ക്, തിന്മ എന്തെന്നറിയാത്ത നിങ്ങൾ നന്മയ്ക്ക് ജ്ഞാനികളും തിന്മയ്ക്ക് അജ്ഞന്മാരുമായിരിക്കണമെന്ന് അപ്പോസ്തലന്മാർ കുറിച്ചിടുന്നത് അതുകൊണ്ടാണ്. ആ അളവിലേക്ക് ഒന്ന് മാറണം. ഇവിടെ പറയുന്ന 3 കാര്യങ്ങൾ: വിധിക്കരുത്, രണ്ടാമത് നിങ്ങളെ വിധിക്കത്തില്ല. ശിക്ഷയ്ക്ക് വിധിക്കരുതെന്നാൽ നിങ്ങൾ ശിക്ഷാവിധി ഉണ്ടാകത്തില്ല. വിടുവിൻ എന്നാൽ നിങ്ങളെ വിടും. അത് കഴിഞ്ഞിട്ടൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് പറഞ്ഞത്: കൊടുപ്പീൻ, എന്നാൽ അമർത്തി കുലുക്കി കവിയുന്നൊരു നല്ല അളവ് നിങ്ങളുടെ മടിയിൽ തരും. കൊടുക്കണം.
കർത്താവിന് വേണ്ടി, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടിയൊക്കെ കൊടുക്കണം. അവിടെ നിന്ന് പിടിച്ചു മേടിക്കാൻ വ്യവസ്ഥയില്ല. ഒന്ന് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ, ആരെങ്കിലും ഒന്ന് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉടനെ നിങ്ങളൊന്നും പ്രതീക്ഷിച്ച് നിൽക്കേണ്ട. വേലക്കാരൻ കൂലിക്ക് അർഹനാണ്. ദൈവം ആരെങ്കിലും മനസ്സറിഞ്ഞ് കൊടുക്കുന്നെങ്കിൽ മേടിക്കാം, നല്ല കാര്യം ചെയ്തോട്ടെ. പക്ഷേ കണക്ക് പറഞ്ഞ് മേടിക്കുന്ന അവസ്ഥകളൊന്നും കാരണം ഇതൊക്കെ സ്വർഗത്തിൽ ഇതിൻ്റെ കണക്കുണ്ടെന്ന് നമ്മൾ മറന്നുപോലെ. അപ്പോൾ വിധിക്കുന്ന അളവിലേക്ക് പോകുമ്പോൾ റോമർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1 തൊട്ട് വായിക്കുമ്പോൾ അതിനെ കുറച്ചുകൂടെ നമുക്ക് അതിൻ്റെ ആ വിധിയുടെ അളവിനെ മനസ്സിലാകും. അവിടെ ഇങ്ങനെ വായിക്കുന്നു, അതുകൊണ്ട് വിധിക്കുന്ന ഏതു മനുഷ്യനായുള്ളവേ നിനക്ക് പ്രതിവാദം പറയാനില്ല, അന്യനെ വിധിക്കുന്നതിൽ നീ നിന്നെ തന്നെ കുറ്റം വിധിക്കുന്നു. അപ്പോൾ ഇവിടെ പറഞ്ഞു, അന്യനെ വിധിക്കുന്നതിൽ നാം മറ്റൊരാളെ വിധിക്കുമ്പോൾ നീ നിന്നെ തന്നെ കുറ്റം വിധിക്കുന്ന അനുഭവം. അത് കഴിഞ്ഞിട്ട് താഴ്ത്ത് വായിക്കുന്നു, വിധിക്കുന്ന നീ അതുതന്നെ പ്രവർത്തിക്കുന്നു. വിധിക്കുന്ന നീ അതുതന്നെ പ്രവർത്തിക്കുന്നു. എന്താ സംഭവിക്കുന്നത് അറിയാം? നാം ഒരാളെ കളിയാക്കുകയോ നമ്മളൊന്ന് വിധിക്കുകയോ ഏതെങ്കിലും ചെയ്യുമ്പോൾ അതേ അനുഭവം നമ്മുടെ ജീവിതത്തിൽ വരും. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഭവനത്തിൽ നമ്മൾ കടന്നു പോകുന്നു, കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ അവിടെ കാണും, എന്തെങ്കിലും വികൃതികളൊക്കെ കാണിക്കും, നമുക്ക് സഹിക്കും, നമ്മൾ അവരെ എന്തെങ്കിലുമൊക്കെ വിധിക്കും. പറഞ്ഞു കഴിയുമ്പോൾ ഇത് നമ്മുടെ ജീവിതം, നമ്മുടെ കുഞ്ഞുങ്ങൾ അത് ചെയ്യുന്നത് നിങ്ങളും ഞാനും കാണാനില്ല. ഇതാ പറയുന്നത്, വിധിക്കുന്ന നീ അതുതന്നെ പ്രവർത്തിക്കുന്നതിന് അനുഭവം കാണണ്ടേ. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ വിധിക്കരുത്. ഇപ്പോൾ വിധിക്കുന്ന നീ അതുതന്നെ പ്രവർത്തിക്കും എന്ന് പറയുന്നത് കൊണ്ട് എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ അതുണ്ടാകാതിരിക്കും. മറ്റൊരാൾ ഇപ്പം നടന്നു പോകുമ്പോൾ അതിൻ്റെ നടപ്പിനെ ഒന്നും വിധിക്കാൻ പോകണ്ട, മറ്റൊരാളുടെ പ്രസംഗം കേൾക്കുമ്പോൾ അതിനെ വിധിക്കാൻ പോകണ്ട, ആ ദേവദാസൻ്റെ ശുശ്രൂഷയെ വിധിക്കാൻ പോകണ്ട. അതൊക്കെ കാരണം അനേക ദൈവദാസന്മാർ വരെ കൃപയിൽ നിന്നവരുടെ കൃപയിൽ നിന്ന് താഴെ വീണ് കഷ്ടപ്പെട്ടതിൻ്റെ പിന്നിൽ അവർ ഒരു കാലത്ത് വിധിച്ചതാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യം പറഞ്ഞാൽ, എത്ര കൃപയിൽ നിന്നെന്ന് പറഞ്ഞാൽ, എത്ര ശുശ്രൂഷനാണെന്ന് പറഞ്ഞാൽ പോലും മറ്റൊരാളെ വിധിച്ചിട്ടുണ്ടോ? പൊന്നൊത്താമ്പുരാൻ താഴെ തള്ളിയിട്ടിട്ടുണ്ട്. ആ വിധി അവരുടെ മേൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് വളരെ ഭയത്തോടുകൂടി ആരെയും വിധിക്കാൻ പോണ്ട. നിങ്ങളെ കണ്ട് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താ പറ്റും? നീ നിന്നെ തന്നെ കുറ്റം വിധി. അതിൻ്റെ താഴോട്ട് ഭാഗങ്ങളിൽ വിധിക്കുന്ന നീ അത് പ്രവർത്തിക്കല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നു, എന്നാൽ ആ വക പ്രവർത്തിക്കുന്നവരുടെ നേരെ ദൈവത്തിൻ്റെ വിധി സത്യാനുസരണമായിരിക്കുന്നു എന്ന് നാം പറയുന്നു. ആ പ്രവർത്തിക്കുന്നവരുടെ നേരെ ദൈവത്തിൻ്റെ ഒരു വിധിയുണ്ട്. അപ്പോൾ വിധിക്കുന്നവൻ ദൈവമല്ലേ? ആ ദൈവത്തിൻ്റെ വിധിക്ക് നേരെ നമ്മളൊന്നും വിധിക്കാൻ പോകണ്ട. ആ വക പ്രവർത്തിക്കുന്നവരെ വിധിക്കുകയും അതുതന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യ, നീ ദൈവത്തിൻ്റെ വിധിയിൽ നിന്ന് തെറ്റി ഒഴിയുമെന്ന് നനയ്ക്കുന്നു. അല്ല, ദൈവത്തിൻ്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്ന് അറിയാതെ നീ അവൻ്റെ ദയ, ക്ഷമ, ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നു. എന്നാൽ നിൻ്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും നീ ദൈവത്തിൻ്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തേക്ക് നിനക്കു തന്നെ കോപം ചരതിച്ചു വെക്കുന്നു. അവൻ ഓരോരുത്തന് അവനവൻ്റെ പ്രവർത്തിക്ക് തക്ക പകരം ചെയ്യും. ഇതാ വചനം പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് ദൈവം എന്ത് ചെയ്യും? അവനവന് ഓരോരുത്തൻ്റെ പ്രവൃത്തിക്ക് തക്ക പ്രതികാരം ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിനിട നിങ്ങൾക്കൊരു വിഷയം വന്നു, നിങ്ങളുടെ കുടുംബത്തിലൊരു വിഷയം വന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സഭയിലൊരു വിഷയം വന്നു, നിങ്ങൾ വിധിക്കാൻ പോകരുത്, നിങ്ങൾ പ്രതികാരം ചെയ്യാൻ പോകരുത്. അവിടെ എല്ലാം ദൈവത്തിന് ഒഴുകണം. നിങ്ങൾ തന്നെ പ്രതികാരം, ദൈവകോപത്തിന് ഇടം കൊടുത്തിട്ടുണ്ട്. ഞാൻ പ്രതികാരം ചെയ്യും, ദൈവമാണ് ചെയ്യുന്നത്. അവൻ ഓരോരുത്തന് അവനവൻ്റെ പ്രവർത്തിക്കുന്ന നമ്മളൊന്നും എടുക്കരുത്. ക്രിസ്തുവിലാകുന്ന ഒരു ദൈവവൈതൽ, ഒരു വിശ്വാസി ആയിക്കഴിഞ്ഞാൽ, ഒരു പുതിയ സൃഷ്ടിയായിക്കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഇവിടെയൊക്കെ നമ്മൾ ദൈവസന്നിധിയിൽ വെച്ച് വിഷയങ്ങൾ വെച്ച് പ്രാർത്ഥിക്കണം. ഒരു സഭയ്ക്കകത്ത് വിഷയം വന്നാൽ ഒരു അഡ്വക്കേറ്റിൻ്റെ അടുത്തോ മറ്റോ പോയി വാദിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ട് അങ്ങനെ പോകരുത്. ഒരു അവിശ്വാസിയുടെ അടുത്ത് പോയി എങ്ങനെ നീ കാര്യം ചെയ്യണം? നിൻ്റെ സഭയ്ക്കകത്ത് അതിനെ തീർപ്പാൻ കഴിവുള്ള യോഗ്യനായി ഒരുവനില്ലയോ? നമ്മുടെ വിശ്വാസികളുടെ ഇടയിൽ വരണം, അവിടെ നിന്ന് സഭയിൽ കൊണ്ടുവരണം, വിഷയങ്ങൾ പ്രാർത്ഥിക്കണം. അങ്ങനെ ഉണ്ടാകുന്നത് തന്നെ കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്ന വിശ്വാസികൾ തമ്മിൽ വിഷയങ്ങൾ ഉണ്ടാകുന്നത് തന്നെ കേവലം പോരായ്മയില്ലയോ? എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, സഭയ്ക്കകത്തൊക്കെ ഒന്ന് ക്ഷമ കൊടുത്തായിട്ട് അന്യോന്യം സഹിച്ചു കൊടുക്കുക, മറ്റുള്ളവർക്ക് സഹിച്ചു കൊടുക്കാൻ ഒന്ന് മനസ്സ് വെക്കാം. ഇവിടെയാണ് നിങ്ങൾക്ക് ലോകത്തെ കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടും, ഞാനോ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഇങ്ങനെയൊക്കെ ഒരു ഒത്തിരി കഷ്ടമാണ് പ്രിയമുള്ളവരെ. കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നിൽക്കുമ്പോൾ, കർത്താവിൻ്റെ വചനത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ ഒത്തിരി കഷ്ടങ്ങളുണ്ട്. ഇവിടെയൊക്കെ സഹിച്ചു കൊടുക്കണം, ഇളച്ചു കൊടുക്കണം, ക്ഷമിച്ചു കൊടുക്കണം. ഒത്തിരി വിധിക്കേണ്ട സാഹചര്യം വിധിക്കരുത്. ഒത്തിരി പേര് ചിലപ്പോൾ ശിക്ഷയ്ക്ക് വിധിക്കാനൊക്കെ നമ്മുടെ ജഡം സംസാരിക്കുമ്പോൾ വിട്ട് കൊടുക്കരുത്.
നമുക്ക് പോരാട്ടമുള്ള ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങൾ, സ്വർണ്ണ ദുഷ്ടാത്മ സേനയോടൊക്കെ. പ്രിയമുള്ളവരെ, നമ്മൾ ഈ നാളുകളിൽ നമ്മുടെ ജഡത്തോട് എതിർത്ത് നിൽക്കുവാൻ, ജഡത്തിൻ്റെ പ്രവർത്തികളോട് എതിർത്ത് നിൽക്കാൻ കഴിയണം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, വിധിച്ച് നിങ്ങളും ഞാനും ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുത്തില്ല. ഒരു വെളിപാട് പുസ്തകം 2:1-3 ഭാഗങ്ങളിൽ എഫെസോസിലെ സഭയോട് ദൂതൻ എഴുതുന്ന വിഷയം ഇങ്ങനെ പറയുന്നത്: 7 നക്ഷത്രം വലം കൈയിൽ പിടിച്ചുകൊണ്ട് 7 പൊൻവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നത് എന്താ? ഞാൻ നിൻ്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും അപ്പോസ്തലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാർ എന്നു പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാർ എന്ന് കണ്ടതും നിനക്ക് സഹിഷ്ണുതയുള്ളതും ഞാൻ എൻ്റെ നാമം നിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാത്തതും ഞാൻ അറിയുന്നു. ഇവിടെ പറയുന്നത് നീ വിധിച്ചു എന്നല്ല പറഞ്ഞത്. അതൊക്കെ കാണുമ്പോഴും, കാരണം അപ്പോസ്തലന്മാരല്ലാതിരിക്കുക തങ്ങൾ അപ്പോസ്തലന്മാരെന്നൊക്കെ പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ടതും. കാരണം അവിടെയൊക്കെ സഹിഷ്ണുതയോടുകൂടി, പൂർണ്ണ സഹിഷ്ണുതയോടുകൂടി കാത്തു നിൽക്കണം. സഭയോട് പറയുക, ഇപ്പോൾ കേൾക്കാനും ശ്രദ്ധിച്ച് കേൾക്കണം. എല്ലാ സാഹചര്യങ്ങൾ വരുമ്പോഴും നിങ്ങൾ ഞാൻ പ്രതികരിക്കരുത്. പ്രതികരിക്കേണ്ടിടത്ത് മാത്രമേ ഞാൻ അല്ലാത്തടത്ത് പ്രതികരിക്കാതെ ഒന്നും വിധിക്കാൻ പോകരുത്. ശിക്ഷയ്ക്കൊന്നും വിധിക്കാൻ പോകണ്ട. ശിക്ഷിക്കാൻ ദൈവം ചെയ്തോളൂ. നമുക്ക് വ്യവസ്ഥയില്ല പ്രിയമുള്ളവരെ. നമുക്ക് ദൈവം തന്ന ഒറ്റ വ്യവസ്ഥയുള്ളൂ: അനുഗ്രഹിക്കാൻ. നിൻ്റെ ശത്രുവാണെങ്കിൽ പോലും ആ ശത്രുവിനെ ശപിക്കാതെ അനുഗ്രഹിക്കാനേ നിനക്ക് വ്യവസ്ഥയുള്ളൂ. നിങ്ങളുടെ നാവിന്മേൽ. കാരണം നമ്മളെ ശാപക്കുഴി കടന്ന, ശാപത്തിൻ്റെ അടിമത്വത്തിൽ കടന്ന. അവിടെ ഗലാത്യർക്കെല്ലാം 3:13-14 വായിക്കുന്നു: മരത്തിന്മേൽ തൂങ്ങുന്നവനല്ല ശപിക്കപ്പെട്ടെന്ന് പറഞ്ഞ് യേശു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നമ്മെ വിലയ്ക്ക് വാങ്ങി. ആ ന്യായപ്രമാണത്തിൽ ശാപത്തിൽ നിന്ന് വിലയ്ക്ക് വാങ്ങി അനുഗ്രഹമാക്കി വെച്ചപ്പോൾ പത്രോസിൻ്റെ ലേഖനത്തിൽ വരുമ്പോൾ പറയുന്നു, നാം അനുഗ്രഹം പ്രാപിക്കാൻ വിളിക്കപ്പെട്ടതായതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള, ഈ നാളിൽ നിന്ന് അനുഗ്രഹിക്കുന്ന ദൈവമക്കളായിട്ട് നമുക്ക് മാറാം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള, വിടുതൽ വേണമോ? ഒരു വിടുതൽ വേണമോ? കാരണം ഇന്നവരെ ബന്ധനത്തിൽ കിടന്ന് കെട്ടപ്പെട്ട അനുഭവത്തിൽ കിടന്ന് വിടുതൽ ആവശ്യമുണ്ട്. ഞാൻ സ്നേഹത്തോട് പറയുന്നു, ഇന്നു മുതൽ തീരുമാനം മറ്റുള്ളവരെ അങ്ങ് ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് ഒന്ന് അനുഗ്രഹിച്ച് അങ്ങനെയൊക്കെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ കെട്ടഴിയും. നാളുകളായിട്ട് അതിന് മറ്റൊരാളും ഒന്ന് തലയെ കൈവെക്കണമെന്നില്ല. ഒന്ന് ശീലിച്ച് നോക്ക്. അബ്രഹാമേ, നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. അപ്പോൾ നമ്മൾ ആരെങ്കിലും ശപിക്കാൻ ദൈവം നമ്മെ ശപിച്ചു പോകും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ നാളുകളിൽ ശാപത്തിന് കീഴിലല്ല, നമ്മൾ അനുഗ്രഹത്തിൻ്റെ ഇടം. കാരണം ക്രിസ്തുവിലായ ഇന്ന് വരെ ആകാത്ത ആരെങ്കിലും ഇതിനകത്തുണ്ടോ? എന്നെ ശ്രമിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ യേശുവിൻ്റെ അടുത്തേക്ക് വാ. യേശു നിങ്ങളെ ഈ പകൽക്കാലം സ്നേഹത്തോടെ വിളിക്കുന്ന ഈ കർത്താവിൻ്റെ അടുത്ത് എല്ലാ ശാപത്തിൻ്റെ കെട്ടുകൾ, ശാപശൂന്യത കർത്താവ് അഴിച്ചു മാറ്റിത്തരും. കാരണം പിതാക്കന്മാരുടെ അകൃത്യങ്ങൾക്ക് 3-4 തലമുറ സന്ദർശിക്കുമെന്ന് ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ കിടന്ന തലമുറയെന്ന് വിടുതൽ പ്രാപിക്കുന്ന ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. അത് യേശു കാൽവറിയിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി തകർക്കപ്പെട്ടുണ്ട്. പരമയാഗമായി തീർന്നുള്ള നമുക്ക് മോചനമുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ഈ ദിവസങ്ങളിൽ അനുഗ്രഹത്തിലേക്ക് കടന്നു പോകാം. അനുഗ്രഹിക്കുന്നില്ല. കാരണം ഈ ലോകത്തിൽ കാണുന്ന അനുഗ്രഹമല്ല, വരുവാനിരിക്കുന്ന ലോകത്ത് നിത്യത വരെയും പിൻപറ്റുന്ന ആത്മീയ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട്. കാരണം ഇവിടെ ഈ ലോകത്തിലേക്കാണ് നമുക്ക് ഏറിയാൽ 70 അല്ലെങ്കിൽ 80 വയസ്സ് നമുക്ക് ജീവിക്കാം. കഴിഞ്ഞാൽ നമുക്ക് നിത്യമായൊരു വാസമുണ്ട്, ഒരു നിത്യതയുണ്ട്. തള്ളിക്കളയരുത്. അതിന് അവസരം കിട്ടാതിരിക്കും. ആരെങ്കിലും എന്നെ കേൾക്കുന്ന നിങ്ങളോട് സ്നേഹത്തിൽ പറഞ്ഞു, യേശുവിനെ നിങ്ങളുടെ രക്ഷിതാവായി സ്വീകരിക്കുക. കാരണം രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പരിശുദ്ധ അഭിഷേകത്താൽ നിത്യജീവൻ അവകാശികളെ. വിശ്വാസത്തിൽ നിലനിൽക്കണം, വിശ്വാസം മുറുകെ പിടിക്കണം, നിത്യജീവനെ പിടിച്ചുകൊള്ളണം. യേശുവിൽ മാത്രമേ ജീവനുള്ളൂ, യേശുവിൽ മാത്രമേ നിത്യജീവനുള്ളൂ, അവൻ മാത്രമേ രക്ഷയുള്ളൂ, അവനെ ഏറ്റവും രക്ഷകൻ. ഈ കർത്താവിനെ കുറിച്ച് പറയാനാണ് എനിക്ക് സന്തോഷമുണ്ട്. അതുകൊണ്ട് അങ്ങനെ കൃപയിൽ നിൽക്കുന്ന ദൈവവേദന വിധിക്കുവാൻ വ്യവസ്ഥയില്ല. 1 കൊരിന്ത്യർ ലേഖനം 4-1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് വായിക്കാം. അവിടെ ഇങ്ങനെ വായിക്കുന്നു: ഞങ്ങളെ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷക്കാരും ദൈവ മർമ്മങ്ങളുടെ ഗൃഹവിചാരകന്മാരും എന്നിങ്ങനെ ഓരോരുത്തരും എണ്ണിക്കൊള്ളട്ടെ. സംഭവിക്കുന്നത് അപ്പോസ്തലനെ പോലും പലപ്പോഴും വിധിക്കുന്ന അളവിൽ ചോദ്യം ചെയ്യുന്ന അനുഭവങ്ങൾ വന്നപ്പോൾ ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ കുറിച്ചിടുന്നത്. എന്നിട്ട് പറയുന്നു, ഗൃഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണം എന്നത്രേ. നിങ്ങളോ മനുഷ്യർ കഴിക്കുന്ന വല്ല വിസ്താരത്തിലോ എന്നെ വിധിക്കുന്നത് എനിക്ക് എത്ര ലഘുകാര്യം. ഞാൻ എന്നെ തന്നെ വിധിക്കുന്നതുമില്ല. എനിക്ക് യാതൊരു കുറ്റത്തെക്കുറിച്ചും ബോധമില്ലെങ്കിലും അതിനാൽ ഞാൻ നീതിമാനെന്ന് വരികയില്ല. എന്നെ വിധിക്കുന്നത് കർത്താവാകുന്നു. അപ്പോസ്തലൻ പറയും, എന്നെ വിധിക്കുന്നത് കർത്താവ്. നിങ്ങളൊന്നും എന്നെ വിധിച്ചിട്ട് കാര്യമില്ല. സഭയ്ക്കത്തുള്ള വിഷയങ്ങളാണ്. അപ്പോൾ നമുക്ക് വിധിക്കേണ്ട കേട്ടോ പ്രിയമുള്ളവരെ, ആരെയും വിധിക്കേണ്ട. കാരണം എന്നെ വിധിക്കുന്നത് കർത്താവാകുന്നു.
ആകയാൽ കർത്താവ് വരുവോളം, ശ്രദ്ധിച്ച് കേൾക്കണമേ, ആകയാൽ കർത്താവ് വരുവോളം സമയത്തിനു മുമ്പേ ഒന്നും വിധിക്കരുത്. അവൻ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തും. അന്ന് ഓരോരുത്തന് ദൈവത്തിങ്കിൽ നിന്ന് പുകഴ്ചയുണ്ട്. കർത്താവ് വിധിക്കുന്നത്, കർത്താവ് ഇരുട്ടത്തിരിക്കുന്നതിനെല്ലാം വെളിച്ചത്ത് കൊണ്ടുവരികയും നമ്മളൊക്കെ വേണ്ട പുകഴ്ച, ദൈവത്തിന് പുകഴ്ച അന്ന് ലഭിക്കുക. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ ദിവസങ്ങളിൽ ആരെയും വിധിക്കാനായിട്ട് നമുക്ക് പോകണ്ട. അനുഗ്രഹിക്കുക എന്നുള്ള ഈ രണ്ട് മണ്ഡലങ്ങളെ മനസ്സിലാക്കുക. നമ്മളെ വിധിക്കുന്നവരായിട്ടല്ല, ശിക്ഷയ്ക്ക് വിധിക്കുന്നവരായിട്ടല്ല, നമ്മൾ അനുഗ്രഹിക്കുന്നവരായിട്ട് മാറണം. ഇന്നത്തെ മെസ്സേജിൽ കിട്ടുന്ന ഒരു കുഞ്ഞു വിടുതല. നിങ്ങളുടെ ജീവിതത്തിൽ പകൽക്കാലം ആരെയെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ക്ഷമ കൊടുക്കാതിരിപ്പുണ്ടോ? വർഷങ്ങളായിട്ട്, നീണ്ട നാളുകളായിട്ട് ഇന്ന് വരെ ക്ഷമ കൊടുക്കാതെ ഒന്ന് തിരിഞ്ഞു നോക്കുക. ഒന്ന് ശാന്തമായിട്ട് നമ്മൾ പറയും രക്ഷിക്കപ്പെട്ടതാ, സ്നാനപ്പെട്ടതാ, ഞാൻ അഭിഷേകത്തിന് ഞങ്ങൾ വിശുദ്ധ ജീവിതമൊക്കെ നയിക്കുന്നത് ശരിയാകും, ഞാൻ നല്ല കാര്യമാണ്, അതൊക്കെ നല്ല കാര്യം. പക്ഷേ ഒന്ന് ശാന്തമായിട്ട് ആഴത്തിലേക്കൊന്ന് ഇറങ്ങാൻ പറ്റൂ. ആഴത്തിൽ ഇരുളുണ്ടായിരുന്നു, ഇരുളിൻ്റെ മീതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പരിവർത്തിച്ച ജീവൻ വെച്ചതുപോലെ ഒന്ന് ആഴത്തിലോട്ട് ഇറങ്ങുമ്പോൾ ചില പാരമ്പര്യത്തിൻ്റെ തായ്വേരുകളെ കാണുവാൻ കഴിയും. അവിടെ ഇറങ്ങി നോക്കണം, കർത്താവേ ചിലതിന്നും കിടപ്പുണ്ട്, വർഷങ്ങൾ. അതിന് ഇന്ന് പകൽക്കാലം പറ, കർത്താവേ ഇതൊന്ന് മാറ്റിത്താ, ഇതിൻ്റെ അകത്തൊന്ന് എടുത്ത് കളഞ്ഞിടണം. കാരണം പൗലോസിൻ്റെ അപ്പോസ്തലൻ്റെ ജീവിതത്തിൽ വചന വെളിപ്പാടും ദർശനങ്ങളൊക്കെ കൊടുത്തപ്പോൾ പൗലോസ് ഈ പാപികൾ ഞാൻ ഒന്നാമനാകുന്നു. ഈ പാവികൾ പൗലോസിനെ പോലെയൊക്കെ പറയാൻ ആർക്കാ കഴിയുന്നത്? പൗലോസിനെ കാരണം നമുക്ക് പാപബോധമുണ്ടാകുമ്പോൾ, വചനം ആഴങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ എന്നിൽ എൻ്റെ കുറവുകളെ, എൻ്റെ വീഴ്ചകളെ, എൻ്റെ പോരായ്മകളെ കാണാൻ കഴിയുന്ന വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ, നമ്മൾ ഒത്തിരി വചനം കാണാപ്പാടം പഠിച്ചുകൊണ്ടായില്ല, ഒത്തിരി ഉരുവിട്ടത് കൊണ്ടായില്ല. ഇതിനകത്ത് ജീവനുണ്ട്, ഇതിൻ്റെ ജീവൻ നമ്മുടെ മേൽ വ്യാപരിക്കും. ആ ജീവൻ വ്യാപരിക്കും. യേശുവിനത് കണക്കാണ്. ഒരു വചനം ശ്രദ്ധിക്കുക, അവൻ്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നും ഇരിക്കുന്നു. യെശയ്യാ 53 വായിക്കുമ്പോഴത്തേന് കാൽവരി ക്രൂശിൽ തകർക്കപ്പെടുന്ന അവനൊരു കോമളത്വമില്ല, അവൻ്റെ ഒരു വിരൂപമായ ഏറ്റവും സുന്ദര 10,000 സുന്ദരനായ ആ പൊന്നു തമ്പുരാൻ്റെ കാഴ്ച വിരൂപമാക്കി. അവിടെ ആ സൗന്ദര്യം നമ്മൾ കാണുന്ന സൗന്ദര്യം അല്ല, വിരൂപമാക്കി തീർന്ന അപ്പോഴത്തെ അവസ്ഥയിൽ എന്തിനു വേണ്ടി? എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി. പ്രിയമുള്ളവരെ, ആ തകർക്കപ്പെട്ട യേശുവിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഒന്ന് ക്ഷമിച്ചുകൊണ്ടാലും ഇന്ന് ക്ഷമ കൊടുക്കില്ല. ഇന്ന് ഞാൻ പലപ്പോഴും ഈ പറഞ്ഞ കാര്യം വിധിച്ചു കൊണ്ടിരിക്കുന്ന അനേകരെ വിധിച്ച് തകർന്നു പോയ വ്യക്തി ജീവിതങ്ങൾ, ശുശ്രൂഷ മണ്ഡലത്തിൽ തകർന്നു അനേകരുണ്ട്. അറിയാൻ കഴിഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ഇന്നാളുകൾ ഒരു കുഞ്ഞിനെ പോലും കുറ്റം പറയാതിരിക്കുക. ആ ഇതിൻ്റെ വിധിക്കുന്നതിന് മുമ്പുണ്ടാകുന്നൊരു മണ്ഡലം കുറ്റപ്പെടുത്തൽ, കുറ്റാരോപണങ്ങൾ, മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് അത് അകത്ത് പിശാചിൻ്റെ ഏറ്റവും മണ്ഡലം. മറ്റുള്ളവരെ വിധിക്കുവാൻ അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റം പറയുവാൻ അവനകത്ത് നിന്ന് ചിന്തയാണ്. അത് തിരിച്ചറിയാൻ കഴിയണം. എൻ്റെ നിങ്ങളുടെ മനസ്സിനകത്ത് മറ്റൊരാളെക്കുറിച്ചുള്ള കുറ്റം ആരോപണങ്ങൾ കൊണ്ടിട്ട് എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? ഇടർച്ചൽ, അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവൻ പുളിപ്പിക്കുന്നത് പോലെ അസാരം പുളിമാവായിട്ട് ചിലപ്പോൾ ഒരാളായിരിക്കും വരുന്നത്, ഒരാളുടെ വ്യാപരിച്ചു അതൊരു സഭയ്ക്ക് വരെ കലക്കത്തിനായി മാറുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണമേ, നിങ്ങളുടെയും എൻ്റെ ശരീരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മന് വസിക്കുവാനുള്ള മന്ദിരമായിട്ട് ദൈവം കണ്ടതുകൊണ്ട് ഈ മന്ദിരത്തെ നശിപ്പിക്കുന്നതിന് ഞാൻ നശിപ്പിക്കണം ദൈവാത്മാവ് പറയും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളും ഞാനും ദൈവത്തിൻ്റെ ആത്മാവിന് വസിക്കുവാനുള്ള മന്ദിരം. അവിടെ വിധിക്കത്തില്ല, അവിടെ ശിക്ഷയ്ക്ക് വിധിക്കത്തില്ല, അവിടെ പിടിച്ചു വെച്ചുകൊണ്ട് വിട്ടുകളഞ്ഞേട്ടെ. ഇന്ന് പകൽക്കാലം നിങ്ങളെ ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ വചനങ്ങൾ നിങ്ങളോട് സംസാരിക്കും. എൻ്റെ ഈ എപ്പിസോഡുകൾ, ഉച്ചയ്ക്ക് എപ്പിസോഡ് സ്ഥിരമായിട്ട് കാണുന്ന പ്രിയമുള്ളവരോട് കേൾക്കുന്ന വചനം നിങ്ങൾ വചനത്തിന് 2 മണ്ഡലമുണ്ട്. ഒന്ന് അതിനൊരു തിയറിയുണ്ട്, മറുവശത്തൊരു പ്രാക്ടിക്കലുണ്ട്. പലപ്പോഴും നമ്മൾ തിയറിയിൽ സന്തോഷിക്കുന്നവരാണ്, വചനം കേട്ട് സന്തോഷിക്കുന്നവരാ, ആ തിയറി കൊണ്ട് തൃപ്തരാ. പക്ഷേ അതിന് പ്രാക്ടിക്കലായിട്ട് ഒരു പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ ശിഷ്യത്വത്തിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തി ജീവിതം എങ്ങനെ ജീവിക്കണം നമുക്ക് അറിയത്തില്ല. പലപ്പോഴും വായിക്കുന്നു, ഒരു വചനം വായിക്കുന്നു, മുൻപേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിക്കും, അതോടുകൂടി ഇതൊക്കെ നമുക്ക് ലഭിക്കും. ഈ വചനം കാണാപ്പാടാൻ പഠിക്കണല്ലോ. മുൻപേ അവൻ്റെ രാജ്യവും നീതി. ദൈവത്തിൻ്റെ രാജ്യം എന്താണ്? ദൈവത്തിൻ്റെ നീതി എന്താണ്? ഇത് തിരിച്ചറിഞ്ഞിട്ട് നമ്മുടെ ജീവിതത്തിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. എൻ്റെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഇച്ചിരി പ്രയാസമാണ്.
അവിടെയാണ് നിങ്ങൾക്ക് ഈ കഷ്ടം വരുന്നത്. നമുക്ക് പലപ്പോഴും കഷ്ടത്തെക്കുറിച്ച് നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ കഷ്ടം നമ്മൾ വരുത്തി വെച്ച ഒത്തിരി കഷ്ടം. ആ കഷ്ടമൊന്നുമില്ല. കർത്താവിൻ്റെ നാമത്തെ പ്രതി, കർത്താവിൻ്റെ വചനത്തെ പ്രതി, കർത്താവിൻ്റെ നീതിയെ പ്രതി, കർത്താവിൻ്റെ ദയയെ പ്രതി അതുപോലെയൊക്കെ ചെയ്യാൻ നാം ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന കഷ്ടം, ആ സുവിശേഷ പ്രതി ഉണ്ടാകുന്ന കഷ്ടം, ആ കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി ഇടിവിൽ നിൽക്കുമ്പോൾ, അനേക ദൈവമക്കളുടെ വേണ്ടിയിട്ട് പാപമോചനത്തിന് വേണ്ടി, അനേകയുടെ മാനസാന്തരത്തിന് വേണ്ടി ഇടിവിൽ നിന്ന് നമ്മൾ പോരാടുമ്പോൾ ഉണ്ടാകുന്നൊരു കഷ്ടമുണ്ട്. കർത്താവിൻ്റെ വേലയിലുണ്ടാകുന്ന കഷ്ടമാണ് പ്രിയമുള്ളവരെ. അതിൻ്റെ വേലയെല്ലാം ദൈവം നമുക്ക് കൃപ തരും. അതുകൊണ്ട് മക്കൾക്കാലം ചെറിയ ചിന്താധാര നിങ്ങളുടെ മുന്നിലേക്ക് തന്നു. ഒന്ന്, നിങ്ങൾ ഒരു മനുഷ്യനെ കുറ്റം പറയാതിരിക്കണം. പലപ്പോഴും ഈ കുറ്റം പറയുന്നത് ഇത് വളരെ വ്യക്തമെടുക്കണം. മൂടി വെക്കുന്ന, പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞില്ല ശ്രദ്ധിക്കണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ. കാരണം തീന്മേശയിലിരുന്ന കുറ്റപ്പെടുത്തലിൻ്റെ ആരംഭം തുടങ്ങുന്നത് സഭ ആരാധന പോലും കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ സഭയിലെ മെസ്സേജിനെ തുടച്ച് ആ ദൈവദാസൻ്റെ ശുശ്രൂഷയെ തുടങ്ങും. പിന്നെ സഭയിൽ ഓരോ വിശ്വാസികളെക്കുറിച്ച് തുടങ്ങും, ചുറ്റുമുള്ളവരെക്കുറിച്ച് തുടങ്ങും. ഇതിങ്ങനെ വർദ്ധിച്ച് വന്നിട്ട് അന്ന് മുഴുവൻ അതുണ്ടാവും. അതിൻ്റെ പ്രതിഫലനം വരും ദിവസങ്ങളുണ്ടാകും. ഇതെല്ലാം എനിക്കും നിങ്ങൾക്കും ദോഷമാണ്. കഴിഞ്ഞ കാലങ്ങളുടെ ജീവിതത്തിലെ ഒത്തിരി നാളുകളുടെ അനുഭവങ്ങളിൽ നിന്നുകൊണ്ട് പറയുന്നു, ആരെയും കുറ്റപ്പെടുത്താതിരിക്കാൻ കഴിയുമെങ്കിൽ, ആരെയും വിധിക്കാതിരിക്കാൻ കഴിയും. എൻ്റെ നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ട ജീവിതമായിട്ട് മാറ്റുക. കാരണം ദൈവത്തിനറിയാം. കാരണം വിധിക്കുന്നവൻ ദൈവമാണ്. ദൈവം അത് ശിക്ഷ വിധിച്ചോളും. നാം ഒന്നും ചെയ്യണ്ട. എനിക്കെതിരായിട്ട് ദോഷം ചെയ്യിച്ചാൽ, എനിക്കെതിരായിട്ട് ദോഷം നിരൂപിച്ചാൽ ഞാനതിന് പ്രതികാരം ചെയ്യരുത്. കാരണം അവിടെ പറയുന്നത് തിന്മയോട് തോൽക്കാൻ. റോമർ 12 വരുമ്പോൾ പറയുന്നത് തിന്മയോട് തോൽക്കാൻ, നന്മയാൽ തിന്മയെ ജയിക്കണം. എല്ലായിടത്തും ക്രിസ്തുവിലാകുന്നൊരു ദൈവവേദലെ, വിശ്വാസത്തിലായിരിക്കുന്ന പ്രത്യാശയിലെ ദൈവം ഞാൻ കർത്താവിൻ്റെ വചനം ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അത് പ്രാക്ടീസ് ചെയ്തേ പറ്റത്തുള്ളൂ. പലപ്പോഴും നമ്മുടെ അടുത്ത് പലരും നമുക്ക് തിന്മ ചെയ്യുമ്പോൾ, നമ്മളോട് തിന്മയോട് ഇടപെടുമ്പോൾ എങ്ങനെ പ്രതികരിക്കുന്നത്? വിട്ടുകൊടുക്കരുത്. പറയണം, ഞാൻ തിന്മയോട് തോൽക്കത്തില്ല, ഞാൻ നന്മയാൽ തിന്മയെ ജയിക്കും. എന്നോട് എത്ര ദിവസം അവനൊരാവശ്യം, നിൻ്റെ ശത്രുവിന് വിശക്കുന്നവന് അവന് തിന്മാൻ കൊടുക്കുക, അവന് ദാഹിക്കുന്നവന് കൊടുക്കുക. അങ്ങനെ ചെയ്താൽ അവൻ്റെ തലമേൽ തീക്കനൽ കുന്നിക്കും. എന്നിട്ട് പറയുന്നു, തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കണം. എപ്പോഴാണ് പറ്റുന്നത്? യേശു അകത്ത് വരുമ്പോൾ. യേശു അകത്തുണ്ടോ? യേശു അകത്തുണ്ടോ? പ്രിയമുള്ളവർ, യേശു അകത്തുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. എനിക്ക് നമ്മളോട് ആരെങ്കിലും കാണിച്ചാൽ അതുപോലെ പകരത്തിനു പകരം ചെയ്യൽ, ശകാരത്തിനു പകരം ശകാരവും ഒന്നും ചെയ്യാതെ അനുഗ്രഹം പ്രാപിക്കേണ്ടവരായതുകൊണ്ട് നമ്മൾ അനുഗ്രഹിക്കുന്നവരായി. മറ്റുള്ളവരെ അനുഗ്രഹം. ഇന്നു മുതൽ ഒരു തീരുമാനം എടുത്തു കൊള്ളണം. സ്നേഹത്തോടാണ് പറയുന്നത്. നിങ്ങൾക്ക് വിടുതൽ കിട്ടാൻ വേണ്ടി പറയുന്നത്. ഇന്നു മുതൽ മറ്റുള്ളവർ എത്രത്തോളം പേരെ അനുഗ്രഹിക്കാൻ പറ്റും അത്രത്തോളം അങ്ങ് അനുഗ്രഹിച്ചോ. നിങ്ങളുടെ ജീവിതം അതിനാ. യേശുവിൻ്റെ അടുത്ത് നിങ്ങളെ വിളിച്ചത് മറ്റുള്ളവരെ അനുഗ്രഹിക്കണം. നിങ്ങൾ അനുഗ്രഹിച്ച് നിങ്ങളെ കർത്താവിൻ്റെ അടുത്തുകൊണ്ട് പറയാം, മറ്റുള്ളവരെ അനുഗ്രഹിക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ട തരാൻ സ്വർഗത്തിലെ പൊന്നു തമ്പുരാൻ നമ്മുടെ അടുത്തുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർ, നിങ്ങളോടൊക്കെ ഇങ്ങനെ സംസാരിക്കാൻ വളരെ സന്തോഷമുണ്ട്. ഒറ്റ കാര്യമുള്ളൂ, ഈ ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ നമ്മൊന്ന് നിറഞ്ഞിട്ട്, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ ചിന്തിച്ച വിഷയങ്ങളാണ്. പലപ്പോഴും നമ്മൾ മാനിക്കണം, ദൈവത്തെ മാനിക്കണം, യേശുവിനെ സ്നേഹിക്കണം. എപ്പിസോഡിലൊക്കെ ഞാൻ പലപ്പോഴും ഇത് സംസാരിക്കുന്ന വിഷയം ഈ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ, ആ ക്രിസ്തുവുമായിട്ട് ചേർന്ന് ഈ അപ്പൻ്റെ കൂടെ പറ്റിച്ചേർന്നൊക്കെ നടക്കാൻ കഴിയുമെങ്കിൽ എൻ്റെ നിങ്ങളുടെ സകല ആവശ്യങ്ങൾ നിറവേറ്റി തരാൻ എൻ്റെ കർത്താവ് ശക്തനാണ്. അത് നമ്മൾ ഒരു പ്രാവശ്യം ചിന്തിച്ചു. യഹോവയിൽ തന്നെ രസിക്കും. മറ്റു പലതിലും രസിക്കാൻ, പക്ഷേ യഹോവയിൽ തന്നെ ഒന്ന് രസിച്ച് നോക്കും. ഈ കർത്താവെ എന്ന് വിളിച്ച് സന്തോഷത്തോടെ നടന്നു നോക്കും. നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടുകൂടി ഒന്ന് അറിയിച്ചു നോക്ക്. ചുമ്മാതെ കിടന്ന് തരണമേ 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 എന്ന് പറഞ്ഞ് നിലവിളിച്ച്. കാരണം കർത്താവിന് കേട്ടുകൂടെ? ഒരിക്കൽ പറഞ്ഞാൽ പോരെ? 10 പ്രാവശ്യം വേണോ? ഈ അടുത്തിടയ്ക്ക് ഒരു സഹോദരനോട് ചോദിച്ചൊരു ചോദ്യമാണ്, ബ്രദറെ, ഈ ബന്ധക്കോസ്ത് കൂട്ടായ്മയ്ക്കകത്ത് ഉറച്ചു വിളിച്ചാലേ ദൈവം കേൾക്കത്തുള്ളൂ, ഉറച്ച് ആരാധിച്ചാലേ ദൈവം കേൾക്കും. അങ്ങനെയില്ല പ്രിയമുള്ളവരെ. ആത്മാവിൽ സന്തോഷത്തോടു കൂടി നമുക്ക് രാത്രിയൊക്കെ ഭവനത്തിലൊക്കെ പ്രാർത്ഥന നടക്കുമ്പോൾ തൊട്ടടുത്ത വീട്ടിൽ അവർ കുഞ്ഞുങ്ങളൊക്കെ പഠിക്കുന്നവരുണ്ടാവും. ആ സാഹചര്യത്തിലൊക്കെ നമ്മൾ ഒത്തിരി തമ്പേറൊന്നും അടിച്ച് ശല്യത്തിന് പോകാതെ അവരുടെ സ്വസ്ഥത കളയാൻ ദൈവം വെച്ചാൽ ആ ആരാധന ദൈവം പ്രസാദിക്കത്തില്ല. ചിലപ്പോൾ അടുത്ത വീട്ടിൽ മരണം നടക്കൂ, ഒരു രോഗിയായിട്ട് ഒരാൾ കിടക്കുന്നു, അവിടെ തമ്പേറടിച്ച് നിനക്ക് ജ്ഞാനം ഉണ്ടാകണം, നിനക്ക് പരിജ്ഞാനം ഉണ്ടാകണം, നിനക്ക് വിവേകമുണ്ടാകണം. ഈ സാഹചര്യങ്ങളിൽ മൗനമായിട്ട് പ്രാർത്ഥിക്കണം, മൗനമായിട്ട് ആരാധിക്കാൻ കഴിയണം, ശാന്തമായിട്ട് പരിജ്ഞാനത്തോടെ. അങ്ങനെയൊക്കെ ചെയ്യാമെന്നുണ്ടെങ്കിൽ അനേക ദുർഘടമായ അവസ്ഥകൾ ദൈവം മാറ്റിയണേ. ക്രിസ്തീയ വിശ്വാസത്തിൽ അല്ലാത്ത ഒരാളെ കാണുമ്പോൾ നിൻ്റെ നെറ്റി ചുളിഞ്ഞു പോകുന്നത് എന്താ? ദൈവാത്മാവിനോട് ചോദിക്കുന്ന ചോദ്യമാണ്. പലപ്പോഴും നമ്മൾ കാണുന്നത് ഒരച്ഛനെ കണ്ടാലോ, ഒരു കന്യാസ്ത്രീയെ കണ്ടാലോ, പെന്തക്കോസ്ത് വിശ്വാസിക്ക് ഭയങ്കരമായിട്ട് മുഖത്തിന് വ്യത്യാസമാണ്. അവരെയൊന്ന് സ്നേഹിക്കാൻ കഴിയില്ലേ?
അവരോട് ബഹുമാനം കൊടുക്കാൻ കഴിയത്തില്ലേ? ഒരു വ്യത്യസ്തമായ മറ്റ് അന്യ ആരാധനയൊക്കെ ചെയ്യുന്ന സഹോദരന്മാരെയും സംഘടനകളെ കാണുമ്പോൾ അവരുടെ പുച്ഛ മനോഭാവം ഒന്ന് മാറ്റാൻ കഴിയുമോ? എന്നാൽ അവരെ ഒന്ന് സ്നേഹിക്കാൻ കഴിയുമെങ്കിൽ അവർ നമ്മോടൊപ്പം വന്നിരുന്ന് ആരാധിക്കുന്ന നാൾ വരും. ദൈവത്തിൻ്റെ പരിശുദ്ധ ദൂത് പറയുക. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ ശ്രവിക്കുന്ന ചില വ്യക്തിജീവിതങ്ങളോട് പറയുന്നു, എൻ്റെ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡൊന്ന് മാറ്റാൻ കഴിയുമോ? നിങ്ങളുടെ സമീപനം ഒന്ന് മാറ്റുക. നിൻ്റെ അകത്ത് ക്രിസ്തു വന്നാൽ, യേശു അകത്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സമീപനം മാറണം. ഇന്നലെ വരെ വിധിച്ചുകൊണ്ട് നടന്നുവെങ്കിൽ, ഇന്നലെ വല്ല പലരെയും ശിക്ഷയ്ക്ക് വിധിച്ചുവെങ്കിൽ, ഇന്നലെ വരെ പലരെയും വിടുവിക്കാതെ പിടിച്ചു വെച്ചുകൊണ്ടിരുന്നെങ്കിൽ, ഇന്ന് പകൽക്കാലം യേശു അകത്തുള്ള പ്രിയമുള്ളവരോട് ഞാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ വിളിച്ചു വന്നു, വിട്ടുകളഞ്ഞ് സ്വതന്ത്രമാകുക. ഒരു ശിശുവിനെ പോലെ എൻ്റെ ഹൃദയം ഒന്ന് ശുദ്ധിയാട്ടെ. ഹൃദയശുദ്ധിയുള്ള ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും. നിർമ്മലമായൊരു മനസ്സാക്ഷിയോടുകൂടി ദൈവത്തിന് നിൽക്കാൻ നിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി വരും. എപ്പോഴാണ് പ്രാർത്ഥനയ്ക്ക് മറുപടി വരാതോ എന്ന് അകത്ത് കയ്പ് വെച്ചുകൊണ്ടിരിക്കുക, പിടിച്ച് വെച്ച് ക്ഷമ കൊടുക്കത്തില്ല, വിടുവിക്കത്തില്ല. ശിക്ഷയ്ക്ക് വിധി കാണുന്നവരൊക്കെ ശിക്ഷയ്ക്ക് വിധിച്ച് അനേകരെ വിധിച്ചു കൊണ്ടിരിക്കുമ്പോൾ വിട്ടുകളയാമോ? ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശോധന ദൂത് പറയാം. യേശു വന്ന ഈ നാളിലും വിടുതല. കുഞ്ഞെ, നിൻ്റെ കുടുംബം വിടുവിക്കണം, തലമുറ വിടുവിക്കപ്പെടണമെങ്കിൽ, ബന്ധനങ്ങളിൽ പുറത്തു വരണമെങ്കിൽ, കെട്ടപ്പെട്ട അനുഭവങ്ങൾ പുറത്തു വരണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം, ഞാൻ വചനം അയച്ചു വിടുവിക്കും, ഞാൻ വചനം അയച്ചു സൗഖ്യമാകുമെന്ന് ദൈവാത്മാവ് പറയുന്നു. ഒന്ന് വിട്ടുകൊടുക്കാൻ കഴിയുമോ? ഞാൻ കർത്താവിൻ്റെ നാവായിട്ടൊന്ന് സംസാരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് ഇടപെടുമ്പം ഒന്ന് ക്ഷമ കൊടുത്താട്ടെ. ഇന്നു മുതൽ തീരുമാനമെടുക്കും, ഞാൻ മറ്റാരെയും വിധിക്കത്തില്ല. ഇന്നു മുതൽ ഞാൻ മറ്റാരെയും ശിക്ഷയ്ക്ക് വിധിക്കത്തില്ല. ഇന്നു മുതൽ ഞാൻ ആരെയും പിടിച്ചു വെക്കുന്ന അനുഭവമില്ല. തീരുമാനമെടുത്താട്ടെ. ഞാനത് തീരുമാനമെടുക്കുന്നു. നമുക്കൊരല്പസമയം ദൈവത്തിന് പ്രാർത്ഥിക്കാം. യേശു കർത്താവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നപ്പാ. അങ്ങയുടെ മഹത്വവും അങ്ങയുടെ തേജസ്സും അങ്ങയുടെ ശുശ്രൂഷകൾ ഇറങ്ങി നിൽക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഇത് ശ്രവിച്ച ഓരോ പ്രിയമുള്ളവർക്കായിട്ട് അവരെ കർത്താവിൻ്റെ കരത്തിൽ ഏൽപ്പിച്ച് എളിയവൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെ അനുഗ്രഹിക്കുന്നു, അവരുടെ തലമുറകളെ അനുഗ്രഹിക്കുന്നു, അവരുടെ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു, അവരുടെ ദേശത്തെ അനുഗ്രഹിക്കുന്നു, അവരുടെ സഭകളെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പിതാവേ, രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് ഇന്ന് പകൽക്കാലം അവിടെ വിടുതൽ കൊടുത്തതിനായി സ്തോത്രം. അത്ഭുത വിടുതൽ ദൈവം കൊടുത്തിരിക്കുക. കർത്താവ്, ഇപ്പോൾ തന്നെ അവരുടെ ശരീരത്തിൽ അത്ഭുത രോഗശാന്തി നടക്കും. ഞാൻ വിശ്വസിക്കുന്ന കർത്താവേ, അവർ സൗഖ്യമാകട്ടെ. ദ നെയിം ഓഫ് ജീസസ്. പരിശുദ്ധ പിതാവേ, ആത്മാവിൽ നിറയാൻ കൊതിക്കുന്ന ഒത്തിരി വ്യക്തികൾ അവരെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ ദൈവം നിറയ്ക്കണമെന്ന് ദൈവം പ്രാർത്ഥിക്കുന്നു. പിതാവേ, കർത്താവ് കേൾപ്പിച്ച വചനം ഹൃദയത്തിൻ്റെ മാംസഫലകമേൽ എഴുതി കൊടുക്കണം. 30, 60, 100 മേനി വിളയാൻ സ്വർഗ്ഗം ഇടയാക്കും. അവിടെ നിങ്ങൾ ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇന്ന് രാത്രികാലം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ ഗ്ലോബൽ പ്രയർ ടൈമിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളായിരിക്കുന്ന ഭവനങ്ങളിൽ നമുക്ക് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാം. കുടുംബങ്ങൾക്ക് വേണ്ടി, സഭകൾക്ക് വേണ്ടി, ദേശങ്ങൾക്ക് വേണ്ടി, ലോകരാജ്യങ്ങൾക്ക് വേണ്ടി ഒരു വലിയ സമാധാനമുണ്ട്. അന്ത്യകാല ശുശ്രൂഷയ്ക്ക് ദൈവം നമ്മളെ ഒരുക്കുക. തുടർന്ന ദിവസങ്ങളിലും വ്യാഴ്ചയുള്ള പ്രയറിലേക്കും നിങ്ങളെ സ്വാഗതം. ഞങ്ങളുടെ കുടുംബത്തെ ഓർത്ത് ചോദിക്കുന്നു. അടുത്ത എപ്പിസോഡ് കാണുന്നത് വരെയും രക്തകൊട ദൈവം നിങ്ങളെ മറക്കട്ടെ. ഗാഡ് ബ്ലെസ് യു.